ഇന്നത്തെ നമ്മുടെ റെസിപ്പി നമ്മുടെ സ്വന്തം ചുക്കപ്പത്തിൻ്റെ റെസിപ്പിയാണ്. ചുക്കപ്പം എല്ലാവർക്കും അറിയാവുന്നൊരു ബേക്കറി പലഹാരമല്ലേ. അപ്പോൾ ഇത് ഒരുപാട് നാളുകൾ കേടുകൂടാതെ ഇരിക്കും കേട്ടോ. ഫ്രിഡ്ജിലൊന്നും വെക്കേണ്ട ആവശ്യമില്ല. ഗൾഫിലൊക്കെ ഉള്ളവർക്ക് കൊടുത്തയക്കാൻ പറ്റുന്ന നല്ലൊരു പലഹാരമാണ്. അതേമാതിരി നമ്മുടെ ഹോസ്റ്റലിൽ പഠിക്കുന്ന കുട്ടികൾക്കും തയ്യാറാക്കി കൊടുക്കാൻ പറ്റും. ഇത് എല്ലാവർക്കും ഒരേ മാതിരി തന്നെ ഇഷ്ടമാകും. ഒരേ മാതിരി തന്നെ ഉണ്ടാക്കാനും പറ്റും. എന്നാൽ ഇതെങ്ങനെയാണ് ഉണ്ടാക്കുന്നത് കണ്ടു നോക്കിയാലോ. ആദ്യം തന്നെ ഒരു പാത്രം അടുപ്പിലേക്ക് വെക്കാം. അതിലേക്ക് 2 ടീസ്പൂണ് നെയ്യ് ഒഴിച്ചു കൊടുക്കാം. നെയ്യൊന്ന് ചൂടായി വരുമ്പോൾ ഒരു 3-4 ചുവന്നുള്ളി ചെറുതായി അരിഞ്ഞത് ഇട്ട് കൊടുക്കാം. ഇതൊന്ന് വഴറ്റിയെടുക്കാം. വല്ലാതെ ബ്രൗൺ കളർ ആകേണ്ട ആവശ്യമില്ല കേട്ടോ. ഇനി ഇതിലേക്ക് 1 കപ്പ് വെള്ളം ഒഴിച്ചു കൊടുക്കാം. അളവ് ഗ്ലാസ്സിലൊന്നുമല്ല കേട്ടോ ഒഴിച്ചിരിക്കുന്നത്. നമ്മൾ ഏത് പാത്രത്തിലാണോ എടുത്തിരിക്കുന്നത് അതേ പാത്രത്തിൽ തന്നെ അളവ് വേണം പൊടിയും എടുക്കാൻ. ഇതിലേക്ക് പാകത്തിനുള്ള ഉപ്പ് കൂടി ചേർത്ത് കൊടുക്കാം. വെള്ളം ഒന്ന് നന്നായി തിളച്ച് വന്നിട്ടുണ്ട്. ആ ടൈമിൽ നമുക്ക് 1 കപ്പ് അരിപ്പൊടി കൂടി ഇട്ട് കൊടുക്കാം. എന്നിട്ട് നന്നായിട്ട് മിക്സ് ചെയ്തെടുക്കാം. ഒരു 2-3 മിനിറ്റ് നേരം ഇത് നന്നായിട്ടൊന്ന് വാട്ടിയെടുക്കാം. ഈ ടൈമിൽ തീ ഒരു മീഡിയം ഫ്ലെയിമിൽ വെച്ച് കൊടുത്താൽ മതി കേട്ടോ. ഒന്ന് കട്ടയൊക്കെ ഉണ്ടെങ്കിൽ ഒന്ന് കുത്തി മെല്ലെ ഇത് നന്നായിട്ടൊന്ന് വഴറ്റിയെടുക്കാം. ഇതിലേക്ക് 1 ടീസ്പൂണ് കരിഞ്ജീരകം ചേർത്ത് കൊടുക്കാം. കരിഞ്ജീരകം കൂടുതൽ ചേർക്കുകയാണെങ്കിൽ നല്ല സ്വാദായിരിക്കും കേട്ടോ ഈ ഒരു പലഹാരത്തിന്. ഇനി ഇത് മൂടി വെക്കാം. മൂടി വെക്കുന്നത് പൊടി വല്ലാതെ ഡ്രൈ ആയി പോകണ്ടെന്ന് വിചാരിച്ചിട്ടാണ്. ഇനി ഇത് ഒരു പാത്രത്തിലേക്ക് മാറ്റി കൊടുക്കാം. കുറച്ച് വലുപ്പമുള്ള പാത്രം എടുക്കാം കേട്ടോ. അപ്പോഴാണ് നമുക്ക് കുഴച്ചെടുക്കാൻ നല്ല സൗകര്യത്തിന് കിട്ടുക. ഇനി കൈ വെച്ച് നന്നായിട്ടിത് കുഴച്ചെടുക്കാം. അഥവാ പൊടി തീരെ കുഴയുന്നില്ലെങ്കിൽ മാത്രം 1 ടേബിൾ സ്പൂൺ വെള്ളം ഒഴിച്ചു കൊടുത്ത് ചൂടുവെള്ളം ഒഴിച്ചു കൊടുത്ത് നന്നായിട്ട് കുഴച്ചെടുക്കുക കേട്ടോ. വല്ലാതെ ലൂസായിട്ട് കുഴച്ചെടുക്കരുത്. ഇതിൽ കോഴിമുട്ട കൂടി ചേർക്കാനുള്ളത് കൊണ്ട് അതുകൂടി കണക്കാക്കിയിട്ട് വേണം കുഴച്ചെടുക്കാൻ. ഇനി ഒരു കോഴിമുട്ട പൊട്ടിച്ചൊഴിച്ച് നന്നായിട്ട് മിക്സ് ചെയ്തെടുക്കാം. ഇനി ഇതിൽ നിന്നും കുറേശ്ശെ എടുത്ത് നമ്മളിപ്പോൾ പരത്തി വെച്ചിരിക്കുന്ന പൊടിയുണ്ടല്ലോ അതിൻ്റെ മുകളിലേക്ക് ഒഴിച്ചു കൊടുക്കാം. എന്നിട്ട് നന്നായിട്ട് ഒന്നും കൂടി കുഴച്ചെടുക്കാം. ഇപ്പോൾ ഒരു കോഴിമുട്ട ഒരു 2-3 കപ്പ് പൊടിക്ക് ഉണ്ടാവും കേട്ടോ. ഇപ്പോൾ ഞാനിവിടെ 1 കപ്പല്ലേ എടുത്തിരിക്കുന്നത്. 2-3 കപ്പ് പൊടിക്ക് 1 കോഴിമുട്ട മതിയാകും. അപ്പോൾ തോനെ ചെയ്യുന്നവരുണ്ടെങ്കിൽ ഇതേമാതിരി ഒരുപാട് കോഴിമുട്ട എടുക്കേണ്ട ആവശ്യമില്ല കേട്ടോ. ഇനി നന്നായിട്ടിത് കുഴച്ചെടുക്കാം. ഇനി ചെറിയ ഉരുളകളാക്കി നമ്മുടെ കയ്യിൽ വെച്ച് 2 ഉള്ളം കയ്യിൽ വെച്ച് നന്നായിട്ട് റോൾ ചെയ്തെടുക്കാം. ഇതേമാതിരി എല്ലാതും റെഡിയാക്കി എടുക്കാം. ഇപ്പോൾ ഞാൻ ഇതേമാതിരി എല്ലാതും റെഡിയാക്കി എടുത്തിട്ടുണ്ട്. ഇനി ഇത് ചെറിയ ചെറിയ പീസസ് ആക്കിയിട്ട് മാറ്റിയെടുക്കണം. അതിനുശേഷം ഇതേമാതിരി ഒന്ന് ഉരുട്ടിയെടുത്തിട്ട് കൈവിരൽ വെച്ച് നടുവിലൊന്ന് പ്രസ് ചെയ്ത് കൊടുക്കണം കേട്ടോ. നമ്മുടെ ഒരു ബട്ടൺ ഷേപ്പിൻ്റെ മാതിരിയാണ് ഈ ഒരു പലഹാരം കിട്ടുക. ഇതിലും എളുപ്പമുള്ള വേറൊരു മെത്തേഡ് കൂടി ഉണ്ട് കേട്ടോ. ഇങ്ങനെ പീസാക്കിയ ശേഷം നമ്മുടെ 2 ഉള്ളം കയ്യിൽ വെച്ച് നന്നായിട്ട് ഉരുട്ടിയെടുത്ത ശേഷം ഒന്ന് നടുവിൽ ഒരു വിരൽ വെച്ച് പ്രസ് ചെയ്ത് കൊടുത്താൽ മാത്രം മതിയേ. അങ്ങനെ എല്ലാതും ഇതേമാതിരി റെഡിയാക്കി എടുത്തിട്ടുണ്ട്. ഇനി ഒരു ചീനച്ചട്ടി അടുപ്പിലേക്ക് വെച്ച് കൊടുക്കാം. അതിലേക്ക് ഓയിൽ ഒഴിച്ചു കൊടുക്കാം. ഓയിൽ നന്നായിട്ടൊന്ന് ചൂടായി വരട്ടെ. ചൂടായി വരുമ്പോൾ ഇതിലേക്ക് കോരി ഇത് ഇട്ട് കൊടുക്കാം. ഒരു സെറ്റായിട്ടാണ് ഞാനിവിടെ ഇട്ട് കൊടുത്തിരിക്കുന്നത്. ആദ്യത്തെ ഒരു 35 സെക്കൻഡോളം ഇത് നമ്മുടെ കയ്യിലൊന്നും വെച്ച് ഇളക്കരുത് കേട്ടോ. ഇപ്പോൾ ഒരു 35 സെക്കൻഡ് കഴിയുകയാണെങ്കിൽ നമ്മുടെ കോരി വെച്ചിട്ട് ഒന്ന് ഇളക്കി കൊടുക്കാം. തീ ഒരു ഹൈ ഫ്ലെയിമിൽ വെച്ച് കൊടുക്കണം കേട്ടോ.
ഹൈ ടു മീഡിയം ഫ്ലെയിമിൽ വെച്ച് കൊടുത്താൽ മതി. നന്നായിട്ടൊന്ന് ഇളക്കി കൊടുക്കാം. ഒരു 3-4 മിനിറ്റ് വേണ്ടി വരും കേട്ടോ ഇതൊന്ന് മുരിഞ്ഞ് കിട്ടാൻ വേണ്ടിയിട്ട്. ഇതിൻ്റെ കളർ വരുന്നത് ഒരു ലൈറ്റ് ബ്രൗൺ കളറാണ്, വല്ലാതെ ഡാർക്ക് കളറാക്കി എടുക്കരുത് കേട്ടോ. ഇപ്പോൾ ഇത് റെഡിയായി വന്നിട്ടുണ്ട്. ഇനി ഇത് കോരി മാറ്റി വെക്കാം. തീരെ എണ്ണ കുടിക്കാത്ത ഒരു പലഹാരം കൂടിയാണിത് കേട്ടോ. നിങ്ങൾക്ക് കാണുമ്പോൾ തന്നെ മനസ്സിലാവുന്നില്ല, തീരെ എണ്ണ കുടിക്കുന്നില്ല. നമ്മൾ ഒഴിച്ചിരിക്കുന്ന ഓയിലൊക്കെ അതേമാതിരി തന്നെ ഉണ്ട്. ഇതൊരു ടിഷ്യൂ പേപ്പറിൽ ഇട്ട് കൊടുക്കുന്നുണ്ട്. ഇനി രണ്ടാമത്തെ ബാച്ചും ഇതേമാതിരി തന്നെ റെഡിയാക്കി എടുക്കാം. പലരുടെയും ഒരു പരാതിയാണ് ഇത് ഇട്ട് കൊടുക്കുമ്പോൾ വല്ലാതെ പൊട്ടിത്തെറിക്കുന്നത്. അത് വെള്ളം കൂടുമ്പോഴാണ് പൊട്ടിത്തെറിക്കുന്നത്. അപ്പോൾ നിങ്ങൾ വെള്ളം ഒഴിച്ചു കൊടുക്കുമ്പോൾ കറക്റ്റായിട്ട് ഒഴിച്ചു കൊടുക്കുക കേട്ടോ. ഒരു കപ്പ് നമ്മൾ പൊടി എടുക്കുകയാണെങ്കിൽ 1 കപ്പ് വെള്ളം തന്നെ എടുക്കാൻ ശ്രദ്ധിക്കുക. ഇനി ഇതിലേക്ക് കുറച്ച് കറിവേപ്പില കൂടി ഞാനിവിടെ റോസ്റ്റ് ചെയ്ത് എടുക്കുന്നുണ്ട്. അതുകൂടി നമ്മൾ വറുത്ത് വെച്ചിരിക്കുന്ന നമ്മുടെ ഈ അപ്പത്തിലേക്ക് ഇട്ട് കൊടുക്കാം. ഒരുപാട് നാൾ കേടുകൂടാതെ ഇരിക്കുന്ന ഈ ഒരു പലഹാരം നിങ്ങൾ തീർച്ചയായിട്ടും ഉണ്ടാക്കി നോക്കണം കേട്ടോ. വളരെ എളുപ്പമാണ്, എല്ലാവർക്കും ഉണ്ടാക്കാൻ പറ്റും. ഹോസ്റ്റലിൽ പഠിക്കുന്ന കുട്ടികൾക്ക് കൊടുത്തയക്കാനും ഗൾഫിലുള്ളവർക്ക് കൊടുത്തയക്കാനും ഒക്കെ പറ്റിയ നല്ലൊരു പലഹാരമാണ്. ഈ ഒരു റെസിപ്പി നിങ്ങൾക്ക് ഇഷ്ടപ്പെടുകയാണെങ്കിൽ ലൈക്ക് ചെയ്യാനും നിങ്ങളുടെ ഫ്രണ്ട്സിനും റിലേറ്റീവ്സിനും ഒക്കെ ഷെയർ ചെയ്ത് കൊടുക്കാനും മറക്കരുത്. പുതുതായി ഏതെങ്കിലും കൂട്ടുകാർ ചാനൽ കാണുന്നുണ്ടെങ്കിൽ ചാനലിനെ സപ്പോർട്ട് ചെയ്ത് സബ് ചെയ്യാനും കൂടി മറന്നു പോകരുത്. വലതുവശത്ത് കാണുന്ന ബെല്ലൈക്കൺ ക്ലിക്ക് ചെയ്ത് ഓൾ എന്ന് പ്രസ് ചെയ്താൽ മാത്രമേ ഞാനിടുന്ന അടുത്ത വീഡിയോയുടെ നോട്ടിഫിക്കേഷൻ നിങ്ങൾക്ക് ലഭിക്കുകയുള്ളൂ. അടുത്ത നല്ലൊരു വീഡിയോയുമായി വീണ്ടും കാണാം. താങ്ക് യു ഫോർ വാച്ചിങ്. ബൈ ബൈ.